പെനാം സിറ്റി ക്യാപിറ്റലിലേക്ക് തിരിച്ച് പോവാട്ടോ. അവിടെ കയറ്റിയില്ല, തായ്ലൻഡിൽ നിന്ന് തിരിച്ച് വിട്ട് പൈസയും പോയി, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പോയി. ഇനിയിപ്പോൾ നോക്കണ്ട, ഇനിയിപ്പോൾ പെനാം സിറ്റി പോവാം, എന്നിട്ട് കൊലാലംപൂരേക്ക് പോവാം. ഇപ്പോൾ സമയം ഏകദേശം ഒരു 11 മണി ആയിട്ടുണ്ട്. ഞാൻ ഇതിൻ്റെ അകത്ത് കയറിയിട്ട് ഇപ്പോൾ ഏകദേശം ഒരു 1 അവറോളായി. അപ്പോൾ എനിക്ക് കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും വേസ്റ്റ് എക്സ്പീരിയൻസ് ഈ ഒരു ബോർഡർ ആട്ടോ, തായ്ലൻഡ് കംബോഡിയ ബോർഡറാണ്. ലൊക്കേഷൻ ഞാൻ കൊടുക്കാം. കാര്യം എന്താ വെച്ചാൽ കംപ്ലീറ്റ് കറപ്ഷൻ എന്ന് പറഞ്ഞാൽ ആ ഒരു ഇതാണ് എല്ലാവരും. ഓക്കെ, ഓഫീസ് ഗൈസ് പണി കിട്ടിയിട്ടോ. കംബോഡിയയിൽ നിന്ന് എക്സിറ്റ് ആയിട്ട് തായ്ലൻഡിലേക്ക് കയറാൻ പറ്റിയില്ല. എന്നുവെച്ചാൽ അവർ പറഞ്ഞു തിരിച്ച് കംബോഡിയക്ക് തന്നെ പോയിക്കോളാൻ പറഞ്ഞു. തായ്ലൻഡിലേക്ക് ഫ്രീ വിസ കിട്ടുകയാണെങ്കിൽ നമ്മൾ ഫ്ലൈറ്റിൽ തന്നെ പോകണമെന്ന്. അങ്ങനെ അവരെന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ എൻ്റെ കയ്യിലുള്ള ക്യാഷും കൂടെ എവിടെയെങ്കിലും ഞാൻ ഒളിപ്പിക്കും. ഒറ്റ പൈസ പോലും ഇല്ലാത്ത പോലെ നിൽക്കും. എന്നിട്ട് ഇവന്മാർക്ക് ആകെ ചെയ്യാൻ പറ്റുന്നത് എന്താ, ഡീപ്പോർട്ട് ചെയ്യാം. ആ ഒരു പരിപാടി മാത്രമല്ലേ ഉള്ളൂ. അത് ഫ്രീ ആയിട്ട് കിട്ടും. ഫ്രീ ആയിട്ട് ഞാൻ ഇന്ത്യയിലേക്ക് പോയിക്കോളാം. ഒരു കുഴപ്പമില്ല, ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഈ ഒരു കരിമ്പ് ജ്യൂസ് വാങ്ങിക്കിട്ടോ, 2000 റിയലായി. നാട്ടിലെ 40 രൂപ എൻ്റെ മെയിൻ. പിന്നെ ഞാനിപ്പോൾ കംബോഡിയയിൽ വന്നിട്ടേ എനിക്ക് തോന്നുന്നത് ജസ്റ്റ് ഒരു ദിവസം മാത്രമേ മര്യാദയ്ക്ക് നിന്നുള്ളൂ. എന്ന് വെച്ചാൽ മെനിയാന്ന് രാത്രി 10 മണിക്ക് വന്ന് ഇന്ന് രാവിലെ ചിലപ്പോൾ എനിക്ക് തോന്നുന്നൊരു 10 മണിക്ക് മുമ്പായിട്ട് എക്സിറ്റ് ആവും. 48 hours മര്യാദയ്ക്ക് നിന്നില്ല. കാര്യം എന്താണെന്ന് വെച്ചാൽ 10 ദിവസം പ്ലാൻ ചെയ്ത ഇന്ത്യ ഏകദേശം 16 ദിവസമായി പോയിട്ടുണ്ട്. അതുപോലെ ലാവോസിൽ കുറച്ച് ദിവസം അധികം വന്നിട്ടുണ്ട്. കാര്യം അന്ന് നമുക്ക് വീഡിയോ ഷൂട്ട് ചെയ്യാനൊന്നും പറ്റില്ല, വിസയ്ക്ക് വെയിറ്റ് ചെയ്ത് ഡിലേ ആയി പോകുന്ന. അതുപോലെ തന്നെ അങ്ങനത്തെ കുറച്ച് കൺട്രീസ് ഉണ്ട് ഞാൻ പ്രതീക്ഷിക്കാതെ അധികം വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇന്തോനേഷ്യ വരെ എത്താനുള്ള എക്സ്പെൻസുമായിട്ടല്ലേ വരിക, ഫുഡും അതുപോലെ താമസവും ട്രാവൽ എക്സ്പെൻസും എല്ലാം കൂടെ കൂട്ടിയിട്ട്. പക്ഷെ എനിക്കത് എന്താ പറയുക, ഇവിടെയൊക്കെ ഓവർസ്റ്റേ ചെയ്യുമ്പോൾ ഇതിനൊക്കെ ക്യാഷ് വരണം. അല്ല, എൻ്റെ പ്ലാനിലുള്ളതിനേക്കാൾ കൂടുതൽ ഞാൻ സ്റ്റേ ചെയ്യുമ്പോൾ അതിനൊക്കെ ക്യാഷ് പോകും. അപ്പോൾ അങ്ങനത്തെ കുറച്ച് പ്രശ്നമുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് കംബോഡിയ ഇപ്പോൾ ഞാൻ കുഴപ്പമില്ലാത്ത രീതിയിൽ കണ്ടു, വിസിറ്റ് ചെയ്തു. അപ്പോൾ ഏകദേശം അത് ഓക്കെയാണ്. എത്തപ്പത്താട്ടോ കംബോഡിയ ബോർഡർ ഏകദേശം എത്താറായിട്ടുണ്ട്. പിന്നെ ഗൈസ്, ഇവിടെ കംബോഡിയ ടു തായ്ലൻഡ് ഇനി ഫ്യൂച്ചറിൽ ട്രെയിൻ സർവീസ് വരാൻ പോകുന്നുണ്ട്. ഇപ്പോൾ തായ്ലൻഡ് ടു മലേഷ്യ ട്രെയിൻ സർവീസ് ഉണ്ട്, അതുപോലെ ലാവോസ് ടു ചൈനീസ് ട്രെയിൻ സർവീസ് ഉണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ഇവിടെ കംബോഡിയ ടു തായ്ലൻഡ് പനി ട്രെയിൻ സർവീസ് വരാൻ പോകുന്നുണ്ട്. ഇത് കണ്ടല്ലോ, ഇവിടെ അവർ ട്രാക്ക് കാര്യങ്ങളൊക്കെ സെറ്റാക്കി വെച്ചിട്ട് ഈ ബോർഡറിൻ്റെ സൈഡിൽ കൂടെ തന്നെയാണ്. ഫസ്റ്റ് ഞാനിങ്ങനെ വിചാരിക്കലുണ്ടായിരുന്നു ട്രെയിനിൽ പോകുമ്പോൾ വില എങ്ങനെയാണ് ഇമിഗ്രേഷൻ ക്ലിയർ ചെയ്യാമെന്ന്. എനിക്ക് തോന്നുന്നത് ട്രെയിൻ അത് അവിടെ പിടിച്ചിടും, എന്നിട്ട് എല്ലാവരെയും വന്ന് ചെക്ക് ചെയ്യും ട്രെയിനിലുള്ള. എന്നിട്ട് വിസ ഉണ്ടോ അല്ലാത്തതുണ്ടോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അവർ ഡീറ്റെയിൽ ആയിട്ട് ചോദിക്കും. കുറേ ആൾക്കാർ ബാത്റൂമിൽ കയറിയാലോ എന്നൊക്കെ വിചാരിക്കും. പക്ഷേ അതൊക്കെ പിന്നെ ഭയങ്കര സീനാണ്. ഡീപ്പോർട്ടേഷൻ ഒക്കെ കിട്ടുകയാണെങ്കിൽ പിടിച്ച് കഴിഞ്ഞാൽ. ഗൈസ് എക്സിറ്റ് കിട്ടിയിട്ടോ. സിമ്പിളാണ്, ഒരു പ്രശ്നമില്ല. ആദ്യം ഞാൻ വന്നപ്പോൾ അങ്ങനെയല്ല. ആദ്യം വന്നപ്പോൾ ഒരു തായ്ലൻഡ് ഈ ഓണറേബിളൊക്കെ കിട്ടുമെന്ന് ചോദിച്ചു നോക്ക്. അതിനുശേഷം മാത്രം എക്സിറ്റ് അടിച്ച് തരുമെന്നൊക്കെ പറഞ്ഞ ആൾക്കാരാണ്. ഇപ്പോൾ ഒരു കുഴപ്പമില്ല, പെട്ടെന്ന് തന്നെ എക്സിറ്റ് അടിച്ച് കിട്ടി. ഇനിയിപ്പോൾ അവിടെ പോയി നോക്ക് വിസ എന്താവും. ഗൈസ് പണി കിട്ടിയിട്ടോ. കംബോഡിയയിൽ നിന്ന് എക്സിറ്റ് ആയിട്ട് തായ്ലൻഡിലേക്ക് കയറാൻ പറ്റിയില്ല. എന്നുവെച്ചാൽ അവർ പറഞ്ഞു തിരിച്ച് കംബോഡിയക്ക് തന്നെ പോയിക്കോളാൻ പറഞ്ഞു. തായ്ലൻഡിലേക്ക് ഫ്രീ വിസ കിട്ടുകയാണെങ്കിൽ നമ്മൾ ഫ്ലൈറ്റിൽ തന്നെ പോകണമെന്ന്. ഞാൻ പറഞ്ഞു അങ്ങനെ നിങ്ങൾ എവിടെയും പറഞ്ഞില്ലല്ലോ. സാധാരണ തായ്ലൻഡ് 2 മാസത്തേക്ക് ഇപ്പോൾ ഫ്രീ വിസ കൊടുത്തല്ലേ ഇന്ത്യക്കാർക്ക്, അപ്പോൾ ആ ബേസിലല്ലേ ചെയ്യേണ്ടത്. അപ്പോൾ അവർ പറഞ്ഞു അവർക്ക് ഞാൻ പറയുന്നത് ഒന്നാമത് മനസ്സിലാവുന്നില്ല, ഇംഗ്ലീഷ് ഒട്ടും അറിയില്ല. അവർക്ക് ആകെ അറിയുന്നത് ഗോ ടു കംബോഡിയ ഇത് തന്നെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. എന്നിട്ടിപ്പോൾ തിരിച്ച് കംബോഡിയക്ക് തന്നെ പോകാൻ ഇനിയിപ്പോൾ ഇത് എക്സിറ്റ് അടിച്ചില്ലേ, അത് ക്യാൻസൽ ചെയ്യണം. എന്നിട്ട് കംബോഡിയയിൽ നമ്മൾ ഫ്ലൈറ്റ് എടുത്തിട്ട് പോകേണ്ടി വരും. അതേ ഇനി പോസിബിൾ ആവും. എന്താണെന്ന് അറിയില്ല, ഇതെന്തോ ഒരു സിറ്റുവേഷൻ. എനിക്കിപ്പോൾ കുറേ സ്ഥലത്ത് നിന്ന് പണി കിട്ടി. മ്യാൻമറിൽ കയറ്റുന്നുണ്ടല്ലോ തീരെ. ഫ്ലൈറ്റ് പോകാൻ പറഞ്ഞ്. ഇപ്പോൾ തായ്ലൻഡും അങ്ങനെ തന്നെ ഫ്ലൈറ്റ് പോകാൻ പറയുന്നത്. പക്ഷേ തായ്ലൻഡിൽ നിന്ന് എക്സിറ്റ് ആയപ്പോൾ വലിയ പ്രശ്നമൊന്നുമില്ല. ഓക്കെ, വലിയ സീനും ഗേസ്. അപ്പോൾ തീരുമാനമായിട്ടോ
എന്തായാലും കയറാൻ പറ്റൂല. 2 വട്ടം ട്രൈ ചെയ്ത് നോക്കി. അവർ പറഞ്ഞു എങ്ങനെ, അവർക്കൊന്നാമത് ഇംഗ്ലീഷ് സംസാരിക്കാൻ അറിഞ്ഞൂടാ, വേറെ കാര്യം. ഇമിഗ്രേഷൻ ഓഫീസേഴ്സ് ആട്ടോ. എന്നിട്ട് അവർക്ക് ആകെ അറിയാവുന്നത് തന്നെ ഗോ ടു കംബോഡിയ കയറാൻ പറ്റൂല. യു കനോട്ട് ഈ സംഭവം കുറേ വട്ടം ഞാൻ പറഞ്ഞു ഞാനിങ്ങനെയാണ് ഇന്തോനേഷ്യയിലേക്ക് പോകാൻ. ഇപ്പോൾ സമയം ഏകദേശം ഒരു 11 മണി ആയിട്ടുണ്ട്. ഞാൻ ഇതിൻ്റെ അകത്ത് കയറിയിട്ട് ഇപ്പോൾ ഏകദേശം ഒരു 1 അവറോളായി. അപ്പോൾ എനിക്ക് കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും വേസ്റ്റ് എക്സ്പീരിയൻസ് ഈ ഒരു ബോർഡറാട്ടോ, തായ്ലൻഡ് കംബോഡിയ ബോർഡറാണ്. ലൊക്കേഷൻ ഞാൻ കൊടുക്കാം. കാര്യം എന്താ വെച്ചാൽ കംപ്ലീറ്റ് കറപ്ഷൻ എന്ന് പറഞ്ഞാൽ ആ ഒരു ഇതാണ്. എല്ലാവരും ഓഫീസേഴ്സ് അടക്കം എല്ലാവരും. കാര്യം നോർമലി ഇപ്പോൾ ഞാനിപ്പോൾ തായ്ലൻഡിലേക്ക് പോയി, ഇവിടുന്ന് എനിക്ക് എക്സിറ്റ് കിട്ടി. ഞാൻ അവിടേക്ക് പോയപ്പോൾ അവർ പറഞ്ഞു കയറ്റൂല, നിങ്ങൾ കംബോഡിയയിലേക്ക് തന്നെ തിരിച്ചു പോകും, എന്നിട്ട് അവിടുന്ന് ഫ്ലൈറ്റ് എടുത്തിട്ട് തായ്ലൻഡിലേക്ക് വരൂ. ആ സമയത്ത് ഞങ്ങൾ വിസ തരാം. നോർമലി ഇപ്പോൾ നമ്മൾ ബൈ റോഡ് പോവുകയാണെങ്കിൽ എക്സ്പെൻസ് വളരെ കുറവാണ്. ഫ്ലൈറ്റ് എടുത്ത് വരുമ്പോൾ നല്ലൊരു എക്സ്പെൻസ് വരും. പെട്ടെന്ന് നമ്മൾ എന്തായാലും ഫ്ലൈറ്റ് ടിക്കറ്റ് ബുക്ക് ചെയ്യുമ്പോൾ നല്ലൊരു എമൗണ്ട് വരും. അതൊന്നും എനിക്ക് വലിയ പ്രശ്നമല്ല. ഞാൻ പിന്നെ തിരിച്ച് ഇങ്ങോട്ട് വന്നു. എൻ്റെ എക്സിറ്റ് ക്യാൻസൽ ചെയ്യണം. അപ്പോൾ അതാണ് ഇനി ചെയ്യേണ്ടത്. നമ്മുടെ പാസ്പോർട്ടിൽ എക്സിറ്റ് കൊടുത്തിട്ടുണ്ടാവും കംബോഡിയയിലേക്ക്. അപ്പോൾ തിരിച്ച് ഒന്നുകൂടെ കംബോഡിയയിലോട്ട് കയറണമെന്നുണ്ടെങ്കിൽ പുതിയ വിസ എടുക്കേണ്ട ആവശ്യമില്ല, നമ്മുടെ എക്സിറ്റ് ക്യാൻസൽ ചെയ്താൽ മാത്രം മതി. അതിന് ഇവന്മാർ പറയുന്നത് 2 മണിക്കൂർ വെയിറ്റ് ചെയ്യണം. ലാവോസിൽ നിന്ന് ഞാൻ ഈ പരിപാടി ചെയ്തത് ഒറ്റ പൈസ പോലും മുടക്കാതെ ജസ്റ്റ് ഒരു ഇമിഗ്രേഷൻ ഓഫീസറെ പോയി കണ്ടു. അയാൾ പെട്ടെന്ന് തന്നെ ജസ്റ്റ് ഒരു ഇത് അടിച്ചു തന്നു, സീൽ അടിച്ചു തന്നു. എന്ന് വെച്ചാൽ നിങ്ങൾക്ക് തിരിച്ച് ലാവോസിലേക്ക് തന്നെ പോവാം, ഇപ്പോൾ എക്സിറ്റ് കുഴപ്പമില്ല എന്ന് പറഞ്ഞു. പക്ഷേ യുവമാർ ചെയ്തത് എൻ്റെ ഫോട്ടോ എടുത്തിട്ട് അങ്ങോട്ട് ജസ്റ്റ് ഫോണിലാട്ടോ, സാധാ ഫോണിൽ ഫോട്ടോ എടുക്കുക, എന്നിട്ട് ജസ്റ്റ് ഓഫീസർ അടുത്തേക്ക് എന്ന് വെച്ചാൽ ഫുള്ള് പ്രഹസനം, കംപ്ലീറ്റ് പ്രഹസനമാണ്. ഒരു അവിടെ എത്തിയതിന് ശേഷം അവർ പറയാം 2 മണിക്കൂർ വെയിറ്റ് ചെയ്യണം ജസ്റ്റ് ഒരു എക്സിറ്റ് ക്യാൻസൽ ചെയ്യുന്നതിന്. ഫുള്ള് ഇനിയിപ്പോൾ ലാസ്റ്റ് എന്താ സംഭവിക്കുക വെച്ചാൽ ഇവന്മാർ ചിലപ്പോൾ നല്ലൊരു എമൗണ്ട് ചോദിക്കും, അത്രയും പൈസ ആയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ കയ്യിൽ ക്യാഷ് ഇല്ലെങ്കിൽ ഞാൻ കൊടുക്കൂല, ഞാൻ തരൂല. നിങ്ങൾക്ക് എന്താ ചെയ്യാൻ പറ്റുക വെച്ചാൽ ചെയ്തോ, ആ ബേസിൽ തന്നെ സംസാരിക്കും. ഇനിയിപ്പോൾ അഥവാ അങ്ങനെ അവർ റൂഡായിട്ട് എന്തെങ്കിലും ചെയ്യാൻ പോവുകയാണെങ്കിൽ, ഇനി അങ്ങനെ അവരെന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ എൻ്റെ കയ്യിലുള്ള ക്യാഷും കൂടെ എവിടെയെങ്കിലും ഞാൻ ഒളിപ്പിക്കും. ഒറ്റ പൈസ പോലും ഇല്ലാത്ത പോലെ നിൽക്കും. എന്നിട്ട് ഇവന്മാർക്ക് ആകെ ചെയ്യാൻ പറ്റുന്നത് എന്താ, ഡീപ്പോർട്ട് ചെയ്യാം. ആ ഒരു പരിപാടി മാത്രമല്ലേ ഉള്ളൂ. അത് ഫ്രീ ആയിട്ട് കിട്ടും. ഫ്രീ ആയിട്ട് ഞാൻ ഇന്ത്യയിലേക്ക് പോയിക്കോളാം, ഒരു കുഴപ്പമില്ല. ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഇപ്പോൾ 12:30 ഞാനിപ്പോൾ ഒന്ന് പുറത്തേക്ക് വന്നതാണ് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട്. രാവിലെ തൊട്ട് ഇതുവരെ ഒന്നും കഴിച്ചിട്ടുമില്ല കേട്ടോ. ജസ്റ്റ് നമ്മൾ ഫസ്റ്റ് കുടിച്ച ആ ഒരു ഇത് മാത്രമാണ്, ഈ കരിമ്പ് ജ്യൂസ് മാത്രമാണ്. പിന്നെ എൻ്റെ പാസ്പോർട്ട് ഇതുവരെ കിട്ടിയില്ല, അവന്മാരുടെ കയ്യിലാണ്. അവർ ക്യാൻസൽ ചെയ്യാൻ കൊണ്ടുപോയതാണ്. ഇതുവരെ എനിക്ക് പാസ്പോർട്ട് കിട്ടിയിട്ടില്ല. പക്ഷേ പാസ്പോർട്ട് ഇല്ലാതെയാണ് ഞാനിപ്പോൾ കംബോഡിയയിൽ നിൽക്കുന്നത്. അപ്പോൾ കുറേ നേരം നമ്മളിങ്ങനെ നിന്നപ്പോൾ ഞാൻ ക്ഷമ കെട്ടി ചോദിച്ചു അവന്മാരോട്, ജസ്റ്റ് ഒന്ന് ഫുഡ് കഴിക്കാൻ പോട്ടെ, അതിന് സമ്മതിക്കുമോന്ന്. അപ്പോൾ അവന്മാർ പറയാം ഇല്ല പറ്റൂല, അതിന് ആദ്യം പാസ്പോർട്ട് കാണിച്ചെങ്കിൽ മാത്രമേ ഇവിടുന്ന് അങ്ങോട്ട് വിടുമെന്ന്, കൺട്രിയിലേക്ക് വിടുമെന്ന്. ഞാൻ അന്നപ്പോൾ അത്യാവശ്യം നല്ല വയലൻ്റായി സംസാരിച്ച്. പാസ്പോർട്ട് ഇമിഗ്രേഷൻ ഓഫീസറുടെ കയ്യിലാണ്, അതിന് കംബോഡിയയിൽ തന്നെ അയച്ചു കൊടുത്തു. അപ്പോൾ മലയാളം ഞാൻ നല്ല കട്ടി പറഞ്ഞു, പാസ്പോർട്ട് നിങ്ങളുടെ ഇമിഗ്രേഷൻ ഓഫീസറുടെ കയ്യിലാണ്, അയാളോട് പോയി ചോദിക്കുക. അങ്ങനത്തെ ആ ഒരു ബേസിൽ തന്നെ സംസാരിച്ച് അത് ട്രാൻസ്ലേറ്റ് ചെയ്ത് കാണിച്ചു കൊടുത്തു. അപ്പോൾ അവർക്ക് ഏകദേശം കാര്യം പിടുത്തം കിട്ടി. പിന്നെ എന്നോട് പൊക്കോളാൻ പറഞ്ഞു, ഫുഡ് കഴിച്ച് പെട്ടെന്ന് വരാൻ പറഞ്ഞു. എന്തായാലും നോക്കി കിട്ടിയിട്ടോ, ക്യാൻസലേഷൻ അടിച്ച് കിട്ടി. എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു 3 മണിക്കൂർ കഴിഞ്ഞിട്ട്. ഇതിപ്പോൾ ഞാൻ ഫുഡ് കഴിച്ച് തിരിച്ചവിടെത്തി സാധനം കിട്ടിയേക്ക് വലിയ പ്രശ്നമൊന്നുമില്ലാനും. പിന്നെ ക്ഷമ കിട്ടുപോയി കിട്ടോ, അങ്ങേ അറ്റായി പോയി സാധനം കൂടെ കിട്ടാണ്ടായി പോയപ്പോൾ. ഇനിയിപ്പോൾ നമ്മൾ അടുത്ത പ്ലാൻ എന്താണെന്ന് വെച്ചാൽ പറഞ്ഞ ഏജൻറ്റുമാർ ഭയങ്കര ശല്യം കേട്ടോ. ചില സമയത്തേക്ക് തോന്നും ബസ് പോയാലോ എന്നൊക്കെ. ഇവന്മാർ വർത്താനം കേട്ടാക്കി പിന്നെ നടന്നു പോയാലും കുഴപ്പമില്ലാണല്ലേ, അങ്ങനെ വാശിക്ക് ചിലപ്പോൾ നടന്നു പോകും. അതുപോലെ വെറുപ്പിച്ചൊരു ഇതാക്കും. ഇപ്പം ഇനി അടുത്ത പരിപാടി എന്താ അറിയോ, ഞാൻ ഇവിടുന്ന് നേരെ ഫെനോം സിറ്റി എയർപോർട്ട് പോവുക. ഏകദേശം ഒരു 400 കിലോമീറ്റർ ഉണ്ട് കേട്ടോ ഇവിടുന്ന്. ചിലപ്പം ബസ് പോകും, അല്ലെങ്കിൽ ഞാൻ വേറെ ഏതെങ്കിലും ഹിച്ചേക്ക് ചെയ്ത് പോകും. അങ്ങനെ ഫെനോം സിറ്റി ക്യാപിറ്റലിലേക്ക് തിരിച്ച് പോവാ കേട്ടോ. അവിടെ കയറ്റിയില്ല, തായ്ലൻഡിൽ നിന്ന് തിരിച്ച് വിട്ട് പൈസയും പോയി, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പോയി. ഇനിയിപ്പോൾ നോക്കണ്ട, ഇനിയിപ്പോൾ ഫെനോം സിറ്റി പോവുക, എന്നിട്ട് കൊലാലംപൂരേക്ക് പോവുക, മലേഷ്യക്ക് പോവുക. മലേഷ്യയിൽ എനിക്ക് തോന്നുന്നു ഒരു 6200 മതി ടിക്കറ്റ്. മ്യാൻമർ മിക്കവാറും ക്യാൻസൽ ചെയ്യേണ്ടി വരും. മ്യാൻമറിൽ പോയിട്ടൊക്കെ മലേഷ്യ പോവുകയാണെങ്കിൽ ഒരു 10-20,000 രൂപയുടെ ടിക്കറ്റ്, ഇപ്പോൾ അത്രയും പൈസ ആവില്ല ഇപ്പോൾ. പിന്നെ ബൈ റോഡ് പോവുകയാണെങ്കിൽ ഈ ഒരു എമൗണ്ടിൽ നമുക്ക് ഈ പറയുന്ന കൺട്രീസൊക്കെ ചുറ്റി വരാനും ഒരു 5000 ഒക്കെ ഉണ്ടെങ്കിലേ തായ്ലൻഡ് കൂടെ പോയി മ്യാൻമറിൽ കയറി മ്യാൻമറിൽ നിന്ന് തിരിച്ച് വന്ന് മലേഷ്യ പോകാൻ പറ്റുമായിരുന്നു. പക്ഷേ അതിന് എന്തായാലും പോസിബിൾ ആവില്ല. ഗൈസ്, ഞാൻ ഇപ്പോൾ ജസ്റ്റ് ഒന്ന് റെയിൽവേ സ്റ്റേഷനിൽ പോയി നോക്കുക കേട്ടോ. അവിടെ ഞാൻ ട്രെയിൻ ഉണ്ടെങ്കിൽ ട്രെയിനിൽ പോകാൻ നിൽക്കുകയാണ്. ചെറിയൊരു പേരക്കയും വാങ്ങിക്കിട്ടോ, പിന്നെ ഉപ്പും മുളകും. റെയിൽവേ സ്റ്റേഷൻ പിന്നെ ഓപ്പൺ അല്ല ഇവിടെ. റെയിൽവേ സ്റ്റേഷൻ
എടുക്കാൻ ഇവിടുന്ന് വില കൂടുതലാണെന്ന് പറഞ്ഞ് ഇറങ്ങിപ്പോയത്. വില കൂടുതലല്ല, വിചാരിച്ച 20,000 എന്നതിനും. അപ്പോൾ 2,000 പറഞ്ഞു.